അഡ്വക്കേറ്റ് വിനോദ്, ഇപ്പോൾ വന്ന ഒരു പ്രതികരണത്തിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോവുകയാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നി സർവകലാശാലയിലെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ പ്രൊഫസർ സാൽവറ്റോർ ബബോൺസ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കലാപത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ്. ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ നടന്ന സമരം എന്നതിനേക്കാൾ ഹിന്ദു വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ സമരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പ്രൊഫസർ സാൽവറ്റോർ ബബോൺസ്, അങ്ങേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി മനസ്സിലാകും. ഇതൊരു സ്വാഭാവികമായ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നില്ല എന്ന് അടിവരയിട്ട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ ഡൽഹിയിൽ നടന്ന സംഭവങ്ങളും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് പഞ്ചാബിൽ ഒരു തരത്തിലുമുള്ള പരീക്ഷാ ചോർച്ചയും നടന്നിട്ടില്ല എന്നാണ്. നോക്കൂ, അവിടെ ഫാർമസി ഓഫീസർ റിക്രൂട്ട്മെൻറ്റ്, പഞ്ചാബ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതുപോലെ ക്ലാസ് 12 ഇംഗ്ലീഷ് ബോർഡ് പരീക്ഷ, ഇങ്ങനെ തുടങ്ങി 6ഓളം പരീക്ഷാ ക്രമക്കേടുകളാണ് പഞ്ചാബിൽ ഉണ്ടായത്. പക്ഷേ അതിനെതിരെ ഒരു നടപടി പോലും പഞ്ചാബ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ഈ CJPയുടെ സമരം ഡൽഹിയിൽ നടക്കുന്നതിനും എത്രയോ ദിവസം മുമ്പ് പഞ്ചാബിൽ അത്തരത്തിലൊരു സമരമുണ്ടായിരുന്നു. ആ പഞ്ചാബിലെ സമരത്തിലെ, ജാർഖണ്ഡിലെ സമരത്തെ അതൊന്നും അഭിസംബോധന ചെയ്യാതെ ഡൽഹിയിൽ മാത്രം നിങ്ങൾ ഈ ശ്രദ്ധ കൊടുത്തതിലുള്ള സംശയം കൂടിയാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. അവസരമായതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് തരണം. ഒന്ന്, അങ്ങ് പറഞ്ഞ ആളുടെ പ്രതികരണം എനിക്കറിയില്ല. സാൽവസ്റ്റർ എന്തായിരിക്കും, അത് പേര് കിട്ടിയില്ല. ശരി, ഞാൻ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സമ്മതിക്കാം. പക്ഷെ നീലിമയും ഇവിടെ ഇരിക്കുന്ന ജയചന്ദ്രൻ മറ്റു കാര്യം സമ്മതിക്കണം. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത് BBC നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ആണെന്നും ഗോദ്രയിൽ ആൾക്കാരെ കൊന്നാണെന്ന് പറഞ്ഞത് ആ BBCയെ ഇന്ത്യയിൽ നിരോധിച്ചതാണ് BJP. അപ്പൊ നിങ്ങൾ BBC പറഞ്ഞത് സമ്മതിക്കുകയാണെങ്കിൽ ഈ സാൽവസ്റ്റർ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ഈ ഇപ്പം എത്തനോളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എത്തനോളിന്റെ അളവെന്ന് പറയുന്നത് ഡേറ്റ നോക്കാം, 663 മില്യൺ ലിറ്റർ ആണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എത്തനോളിന്റെ അളവ്. അപ്പൊ കർഷകർക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ ന്യായമില്ല. രണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, ഇപ്പോ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു കർഷകർക്കെതിരെ. ഞാൻ ചോദിക്കട്ടെ നീലിമ, 2020 നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ 3 കാർഷിക നിയമങ്ങൾ, അതായത് ഒന്ന്, ഞാൻ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സാധാരണ ഞാൻ നോക്കാതെ പറയുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് എഴുതി വെച്ചതിന് മറുപടി പറയാം. FPTC ആക്ട് 2020, അതുപോലെ ഫാർമേഴ്സ് എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് സർവീസ് ആക്ട് 2020, എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് 2020 പിൻവലിച്ച ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കർഷകരോടും മാപ്പ് പറയുകയും ചെയ്തു. മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം MSP മിനിമം സ്റ്റാൻഡേർഡ് പ്രൈസ് നിയമപരമായി ഉറപ്പു നൽകിയില്ല എന്നതും, ഒപ്പം തന്നെ APMC മണ്ഡികൾ, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ കാർഷിക വിപണി ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉറപ്പു നൽകിയില്ല എന്നും, വലിയ കോർപ്പറേറ്റുകൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഈ പ്രൈസ് നിശ്ചയിക്കുന്നു എന്നായിരുന്നു കർഷകരുടെ ആവശ്യം. ആ കർഷക സമരത്തെ ജനദ്രോഹ സമരമായിട്ടും അർബൻ നക്സലൈറ്റുകളുടെ സമരമായിട്ടും വിദേശ ഫണ്ടിങ് സമരമായിട്ടും ഒക്കെ കണ്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം അടച്ച് അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചിട്ട് പോലും അവസാനം ആ സമരം വിജയിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരോട് മാപ്പ് പറയുകയും ചെയ്തു. അതാണ് കർഷകരോടുള്ള ഈ BJPയുടെ സ്നേഹം. ഇനി മറ്റൊന്ന് പറയുന്നത്, ജന്തർ മന്ദർ സമരത്തെ പറ്റി നമുക്ക് പറഞ്ഞു പോകാം. വളരെ ജന്തർ മന്ദർ സമരത്തിൽ CJPയെ അങ്ങും ഞാനും ഒക്കെ തുടക്കം, ഞാൻ CJPക്കാരനല്ല, ഞാൻ ആം ആദ്മി പ്രവർത്തകനാണ്. പക്ഷെ നമ്മൾ കണ്ടത് എങ്ങനെയാണ്, ചുമ്മാ കുറച്ച് പാറ്റാ പിള്ളേരുടെ വിഷയം. എനിക്കറിയാം, ഈ ജയചന്ദ്രൻ മാഷും ഞാനും തമ്മിൽ മറ്റൊരു ചർച്ചയിൽ അദ്ദേഹം അന്ന് അവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്, ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് CJPയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇതുകൊണ്ട് ഒരു കാര്യമില്ല, ഇതൊരു 4-5 ദിവസം ചൂട് പറ്റി എഴുന്നേറ്റ് പോകുന്നു പറഞ്ഞു. പക്ഷെ ഒരു പ്രധാനമന്ത്രിക്ക് CJP പിള്ളേരെ അഡ്രസ് ചെയ്യേണ്ടി വന്നില്ലേ? രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു ഫേസ്ബുക്കിൽ വന്ന് വീഡിയോ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടി വന്നില്ലേ? ഒരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി പത്രക്കാരെ കാണാതെ മടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും സംസാരിക്കേണ്ടി വന്നില്ലേ? അതൊരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു മൂവ്മെന്റ് അല്ലേ? അങ്ങനെ കാണൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, എത്തനോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇവിടെ നിതിൻ ഗഡ്കരിയുടെ വിഷയമോ ഞാൻ ആരോപിക്കുന്നില്ല. കാരണം ലോകം വികസിക്കുന്ന രാജ്യമാണ്. ഒരുപക്ഷെ 10-15 വർഷം കഴിയുമ്പോൾ രാജ്യം മൊത്തം എത്തനോൾ വണ്ടിയായിരിക്കും. ഞാൻ അതുകൊണ്ട് അതിനോടൊന്നും പറയാനാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട വസ്തുത, നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞതാണ്,
ചെറിയ അല്ലെ ഒരു അംശം രീതിയിൽ വാഹനങ്ങൾ കേടുപാടുണ്ടാകും. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണഘടനാപരമായ എന്റെ അവകാശത്തെ ഹനിക്കാൻ നിതിൻ ഗഡ്കരിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി നിർബന്ധിതമായി എത്തനോളിലേക്ക് മാറ്റുന്ന സാഹചര്യം, അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. മറ്റൊന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വലിയൊരു മണ്ടത്തരം, നമ്മളുടെ ഡ്രൈവിംഗിന്റെ അല്ലെങ്കിൽ രീതി കൊണ്ടാണ് മൈലേജ് കുറയുന്നത്. എത്രയോ വർക്ക്ഷോപ്പുകാർ, ഇവിടെ കർഷക സ്നേഹത്തെ പറ്റി, പഞ്ചാബ് സ്നേഹത്തെ പറ്റി ഇരുന്ന് ജയശ്രീ മാഷ് പറയുന്നല്ലോ, കോഴിക്കോടും തൃശ്ശൂരും വർക്ക്ഷോപ്പ് ജീവനക്കാർ സമരം ചെയ്യുന്നുണ്ടെന്നേ. BJP-ക്കാർ പോയി അവരെയൊന്ന് കാണണ്ടേ, അവരുടെ സമരത്തെ അഡ്രസ് ചെയ്യണ്ടേ? നിങ്ങൾ പഞ്ചാബിലെ കർഷകർക്ക് നന്മ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ BJP-ക്കാരന് അടക്കമുള്ള BJP-ക്കാരന്റെ വണ്ടിക്ക് മൈലേജ് കുറയുന്നില്ലേ? BJP-ക്കാരന്റെ വണ്ടിയിൽ ഇത്തരം അടിച്ച് ജയ് ശ്രീറാം വണ്ടി പോവോ? ഇല്ലല്ലോ. അതിനും മൈലേജ് കുറയുന്നില്ലേ? ഈ പുതിയ വണ്ടി എടുക്കുന്നവരോടൊക്കെ നിങ്ങൾ സംസാരിക്കും, മാധ്യമങ്ങളിൽ സംസാരിക്കൂ, മൈലേജ് കുറയുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ വിഷയം. എന്താണ്? നമ്മുടെ ഡ്രൈവിംഗിന്റെ രീതി കൊണ്ടാണ്. ഡ്രൈവിംഗ് രീതിയാണെങ്കിൽ എത്തനോളിലും കുറയും, പെട്രോളും കുറയും. പക്ഷെ അതുകൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എത്തനോളുമായി ബന്ധപ്പെട്ടതാണ്. ഈ മറ്റൊന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ഈ കർഷകർക്ക് വലിയ സമ്മാനം അല്ലെങ്കിൽ കർഷകർക്ക് വലിയ സാധ്യതയാണെന്ന് പറയുന്നല്ലോ. ഈ എത്തനോളുമായി ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെയാണോ കർഷകർ അതേ കർഷകർ പഞ്ചാബിലും, ഈ ഇന്ത്യ മുഴുവൻ കർഷകരുണ്ട്. പഞ്ചാബ് ഈ പറയുന്ന എത്തനോൾ ഉത്പാദിപ്പിക്കുന്ന സംസ്കൃത വസ്തുവിന്റെ, ക്ഷമിക്കണം, പഞ്ചാബിൽ നിന്ന് ഒരു കർഷകന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കർഷക നേതാവാണ് സംസാരിക്കുന്നത്. ഒരു മിനിറ്റ്, അതൊന്ന് കേട്ട് വരാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. പഞ്ചാബിലെ കർഷകർ ആദ്യമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇതുവരെ പഞ്ചാബിലെ കർഷകർ BJP-യോട് കാണിച്ചിരുന്ന സമീപനം എന്തായിരുന്നു നമുക്കറിയാം. ഇപ്പോൾ കാണിക്കുന്ന സമീപനം കൂടി ഒന്ന് അങ്ങ് കേട്ട് വന്നതിന് ശേഷം ചർച്ച തുടരാം. അങ്ങ് തന്നെ പറഞ്ഞോളൂ. क्योंकि जो एथेनॉल बनता है वो बनता है मक्के से, और साथ में एथेनॉल जो बनता है वो बनता है गन्ने से, ठीक है। तो आज इनके MSP प्राइस बहुत अच्छे हैं, जिससे कि किसानों को बेनिफिट हो रहा है। तो इसी मुद्दे पे आए थे, क्योंकि हमें ये पता लगा कि जो पॉलिटिकल पार्टीज हैं इसके रोल बैक की बात कर रही हैं। എനിക്കിതിൽ തർക്കമില്ല. പിന്നെ എന്താണ് പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? കർഷകർക്കില്ലാത്ത പ്രശ്നം അത് കർഷകരെ ദ്രോഹകരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേജ്രിവാൾ രംഗത്തിറങ്ങുന്നത്. അതെന്താണ് പ്രശ്നം ഞാനും ചോദിക്കുന്നത്. കേജ്രിവാളിന്റെ പ്രശ്നം അത് മാത്രമല്ല. കേജ്രിവാൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എത്തനോൾ ഇറക്കുമതി അമേരിക്ക. ഞാൻ ചോദ്യമല്ലേ, നിങ്ങൾ ഡേറ്റ നോക്കൂ. 663 മില്യൺ ലിറ്റർ എത്തനോൾ അമേരിക്കയിൽ ഇറക്കുന്നതിന് മറുപടി പറയാത്ത എന്താ? രണ്ടാമത്തെ വിഷയം, നിങ്ങൾ എത്തനോൾ ഉപയോഗിച്ചോളൂ, പക്ഷേ ശുദ്ധമായ പെട്രോൾ ഉപയോഗിക്കാനുള്ള എന്റെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? അപ്പം പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? പെട്രോളിന്റെ വില കുറയ്ക്കണം, അതുപോലെ തന്നെ എത്തനോളും പെട്രോളും ലഭ്യമാകണം. അതൊരു പ്രധാനപ്പെട്ട ന്യായമായ ആവശ്യമല്ലേ? അത് മാത്രമല്ല, കർഷകർ പഞ്ചാബിൽ മാത്രമാണോ ഉള്ളത്? ചോളം ഉത്പാദിപ്പിക്കുന്നവർ മാത്രമാണോ കർഷകരായിട്ടുള്ളത്? അല്ലല്ലോ. പഞ്ചാബിലെ കർഷകൻ അത് പറഞ്ഞതിന് ഞാൻ മാനിക്കുന്നു, അതിന് തർക്കമില്ലല്ലോ. ഈ എത്തനോളുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തു ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് മാത്രമാണോ ഇന്ത്യയിൽ ഈ സാധ്യതകൾ മാത്രമല്ലേ? അല്ല. ഇവിടുത്തെ പിന്നെ വണ്ടിക്കച്ചവടക്കാരനും ഇവിടുത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരനും നീതി ലഭിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഒരു നയം രൂപീകരിക്കുമ്പോൾ ആ നയരൂപീകരണം എല്ലാ മനുഷ്യരുടെയും സാധ്യത കണക്കിലെടുത്തുകൊണ്ടാവണം. അതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, ആ ഒരു കൺസേൺ ആണ് ഉയർത്തുന്നത്. ഡോക്ടർ ജയപ്രസാദിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ഡോക്ടർ ജയപ്രസാദ്, ഇത് നോക്കൂ, അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പല വികസിത രാജ്യങ്ങളിലും ഈ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ കൃത്യമായി ഇന്ധനത്തിൽ. അവിടെ വാഹനങ്ങൾക്ക് ഇത്രമേൽ പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ളതും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കൃത്യമായി നടന്നിട്ടുള്ളതാണ്. അത് മോദി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും അത്തരത്തിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് വികസിത രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ബോധപൂർവമല്ലേ എന്നൊരു സംശയം ഉയരുകയാണ്. ഒരു 20 സെക്കൻഡ് തരുമോ? ഞാൻ ഒറ്റ കാര്യം, പിന്നെ എനിക്കൊരു അവസരവും വേണം. ശ്രീ വിനോദ് മാത്യു, അങ്ങയോടാണ് ചോദ്യം, അങ്ങേക്ക് മറുപടി പറയേണ്ട കാര്യമാണ്. അല്ല, ജയചന്ദ്രൻ സാർ, ജയപ്രസാദ് സാറിനോടല്ലേ ചോദിച്ചത്? ഞാൻ അങ്ങനെ കേട്ടത്. അല്ല, ഒന്നുകൂടെ, അതായത് ബ്രസീൽ, USA, ഒരു കാര്യത്തിൽ, ഒറ്റ കാര്യത്തിൽ അങ്ങയോട് ഞാൻ പിന്നെ മറ്റു ചോദ്യം ചോദിക്കാം. അങ്ങയോട് ഒറ്റ കാര്യം, കാരണം അത് ഞാൻ എഴുതി വെച്ചതുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞത് ചർച്ചയിൽ പറഞ്ഞു പോയതുമാണ്. ആം ആദ്മിയുടെ പേര് പറഞ്ഞ് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞു ആം ആദ്മി പാർട്ടി വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്ക് നീറ്റ് പരീക്ഷ, ഈ E20 വിഷയമല്ല, നീറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ആദ്യം സമരത്തിൽ വന്നില്ലെന്നും പിന്നെ വിദ്യാർത്ഥികളാണ് സമരം അവിടെ ചെയ്തതെന്നും
അവർ തുടക്കത്തിൽ ഇത് പറഞ്ഞില്ലെന്നും വിദ്യാർത്ഥികൾ മാത്രമല്ല ആ സമരത്തിൽ പോയത്, മറ്റു പലരും പോയെന്ന് പറയുന്നു. സാറേ അതെങ്ങനെയാ സാർ? ജനാധിപത്യ രാജ്യത്ത് ഈ അഫക്ട് ചെയ്യുന്നവർ മാത്രമാണ് സമരം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ BJP നടത്തിയ ശബരിമല പ്രക്ഷോഭം ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരും ശബരിമലയിൽ പോകുന്നവരായിരുന്നു. അല്ല, രാഷ്ട്രീയ സമരമാണ് സാർ ഇതൊക്കെ. എല്ലാ സമരത്തിലും സാറേ, എല്ലാ സമരത്തിലും സാർ മനസ്സിലാക്കുക, ഞാൻ തീർത്തുകയാണ്, എല്ലാ സമരങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ എല്ലാ സമരങ്ങൾക്കും രാഷ്ട്രീയം ഉള്ളതുപോലെ തന്നെ ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട വശങ്ങൾ എന്താണോ ആ രാഷ്ട്രീയ സമരത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ കാര്യത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ.